അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ ഒരു ബിരിയാണി റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണിയാണ്. ഇതിന് സുർബിയാൻ റൈസ് എന്നും അറേബ്യൻ റൈസ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു എണ്ണയും നെയ്യും ചേർക്കാത്ത ബിരിയാണി റെസിപ്പി ഇട്ടിരുന്നു. അതുപോലെ ഇറച്ചി പത്തിരി എന്ന റെസിപ്പി ഇട്ടിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. അതിലെ മ്യൂസിക് കോപ്പിറൈറ്റ് വന്നതിനാൽ സൗണ്ട് മ്യൂട്ടായി പോയിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാക്കുന്ന വിധം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ മുകളിൽ കാണുന്ന സജസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും. കൂടാതെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ രണ്ട് റെസിപ്പിയുടെയും ലിങ്കും കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് സുർബിയാൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് കൈമ റൈസ് വെച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷെ എങ്കിലും നീളം കൂടിയ അരി വെച്ചിട്ട് ചെയ്താൽ ബിരിയാണി കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് സവാളയാണ്. 2 മീഡിയം സൈസിലുള്ള സവാള ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറിയ അല്ലിയാണ് എടുക്കുന്നതുണ്ടെങ്കിൽ 4-5 മതിയാകും. ഇതിനധികം സ്മെല്ലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, അതായത് മാഗി ക്യൂബ്. ഞാൻ 1 ക്യൂബ് 1/4 പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടായാൽ നന്നായിരിക്കും. 1/2 കപ്പ് തൈരും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച സവാള എണ്ണയിലിട്ട് വറുത്ത് കോരണം. ഇത് ഒന്നിച്ച് എണ്ണയിലേക്ക് ഇടാതെ 2 സ്റ്റെപ്പായി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി സവാള വറുത്ത് കോരാം. ഞാനിവിടെ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഈ പൊരിച്ചെടുത്ത സവാള മറ്റു ചേരുവകൾക്കൊപ്പം മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. കരിയാതെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയാൽ ബിരിയാണിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അധികം ആകുന്നതിൻ്റെ മുമ്പ് തന്നെ എണ്ണയിൽ നിന്നും എടുത്തു കോരുന്നതാവും നല്ലത്. പാത്രത്തിലിരുന്ന് ഒന്നുകൂടെ പൊരിഞ്ഞു വരും. സവാളയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള 3 സ്റ്റെപ്പായിട്ടാണ് ചോറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊരിച്ചെടുത്ത സവാളയിൽ നിന്നും കുറച്ചെടുത്ത് നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചിക്കൻ സ്റ്റോക്ക്, തൈര്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ഇവയെല്ലാം ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത അരപ്പും നേരത്തെ എടുത്ത് വെച്ച ഉരുളക്കിഴങ്ങും ചിക്കനിലേക്ക് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൽ മസാലയെല്ലാം പിടിച്ചു വരുമ്പോഴേക്കും ചോറ് റെഡിയാക്കിയെടുക്കാം. ഗരം മസാലപ്പൊടി ചേർക്കേണ്ടവർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ ഗരം മസാലപ്പൊടി ചേർക്കണില്ല. ഇനി അരി തിളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത്. എങ്കിൽ ചോറ് വെന്ത് വരുമ്പോൾ ചോറ്റിൽ ഉപ്പുണ്ടാവുള്ളൂ. ഇതിലേക്ക് 4 ഗ്രാമ്പു, 4 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ അരി ഇട്ട് കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി 1/4 വേവാവുന്നത് വരെ വേവിച്ചെടുക്കണം. ചോറ് 1/4 വേവിൽ തന്നെ ഊറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം, അധികമായി പോകരുത്. ചോറ് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ നെയ്യും സവാള വറുത്തെടുത്ത എണ്ണയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച സവാളയിൽ നിന്നും കുറച്ച് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 സ്റ്റെപ്പായിട്ടാണ് സവാള ചേർത്ത് കൊടുക്കുന്നത് എന്ന്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യം നമ്മൾ മിക്സിയിലിട്ട് കുറച്ച് അരച്ചെടുത്തല്ലോ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഈ ചിക്കൻ 2 മിനിറ്റ് നേരം വെക്കണം. അതിനുശേഷം 3/4 വേവായ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒരു 30 മിനിറ്റ് നേരം ആവി കയറ്റിയെടുക്കണം. ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ചോറ് 3/4 വേവിൽ തന്നെ ഊറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. ബാക്കി ദമ്മിൽ കടന്ന് വെന്ത് വന്നോളും. ഇനി ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ചേർക്കേണ്ടവർക്ക് ഈ അവസരത്തിൽ ചോറ്റിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കണില്ല. അതുപോലെ ഗരം മസാലയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ചോറെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്തെടുത്ത സവാളയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വറുത്തെടുത്തിട്ടൊന്നുമില്ല, അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് വേണമെന്നൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾ കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. സുർബിയാൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചോറെല്ലാം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സവാള വറുത്ത് അരച്ചെടുക്കുന്നതും പിന്നെ കിഴങ്ങൊക്കെ ചേർത്തിട്ടാണല്ലോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഈ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. ചിക്കനൊക്കെ നല്ല കറക്റ്റ് വേവിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ ചിക്കന് നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ്റെ പോലെ ഒരു കളറായിരിക്കും. നല്ല ടേസ്റ്റുമാണ് ഇതിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.